ഇന്ന് രാത്രി ചിക്കൻ കറിയും പത്തിരിയും കഴിച്ചാലോ? ഇന്ന് ഷോപ്പിൽ പോയിട്ട് 1 കിലോൻ്റെ ഫ്രഷ് ചിക്കനും പിന്നെ പത്തിരിയും വാങ്ങിയിട്ടുണ്ട്. പത്തിരി റെഡിമെയ്ഡാണ്, ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയും പിന്നെ ചിക്കൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അതുപോലെ നാളികേരപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പത്തിരി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കുതിർത്തി വെക്കാം കേട്ടോ. സംഭവം കുറേ നാളായിട്ടുണ്ട് പത്തിരി കഴിച്ചിട്ട്. ഇനി ആ കുതിർത്ത പത്തിരിയിലേക്ക് കുറച്ച് ചിക്കൻ കറി ഒഴിച്ചാലോ? നല്ല ചൂട് ചിക്കൻ കറിയാണ്. കുറച്ച് ചാറും പിന്നെ 2-3 പീസ് എടുക്കാം കേട്ടോ. ചിക്കൻ കറി നല്ല ചൂടാണ്. ആ പത്തിരിയിൽ ആ പാലും പിന്നെ അതുപോലെ ചിക്കൻ കറി കയറി നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കഴിച്ചു തുടങ്ങാം കേട്ടോ. ഇനി ചിക്കൻ വറുത്തിന്നൊരു പീസ് എടുത്തിട്ട് നമ്മളെ പ്ലേറ്റിലേക്ക് വെക്കുക. ലെഗ് പീസാണ്. അപ്പോൾ സംഭവം സെറ്റാണ് എല്ലാതും. ഇനി കഴിച്ചു തുടങ്ങിയാലോ? ആദ്യം ചിക്കനിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ പത്തിരിയും അതുപോലെ ആ ചാറും നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല നൈസ് പത്തിരിയാണ്. നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിക്കാം. സംഭവം അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പത്തിരി അത്ര പോരാ, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അത്ര ടേസ്റ്റൊന്നുമില്ല, പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ. എന്നാലും കുഴപ്പമില്ല. ആ ചിക്കൻ വറുത്തി നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കിയാലോ? ആ പത്തിരിയുടെ കൂടെ വെച്ചിട്ട് ആ ചാറും പിന്നെ നാളികേരപ്പാലും എല്ലാം കൂടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ നല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടുള്ള മസാലയിൽ ഉണ്ടാക്കിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കിടിലനായിരിക്കും. സംഭവം ഉഷാറാണ്. എന്തായാലും സംഭവം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ചിക്കൻ കറിയും പത്തിരിയും പാലും ചിക്കൻ വറുത്തതും. നാട്ടിലിങ്ങനെ കഴിക്കുന്നത് ആലോചിച്ചിട്ട് കൊതി വരുമ്പോൾ നമ്മൾ റൂമിലിങ്ങനെ വാങ്ങിയിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി നോക്കും. പക്ഷെ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം.